ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു നോർമലായിട്ടുള്ള പ്രോബ്ലമാണിത്. ഓക്കെ, ലൈഫിലൊന്നും മുന്നോട്ട് പോവാത്ത ഒരവസ്ഥ, സ്റ്റക്കായിട്ടുള്ള ഒരവസ്ഥ, പിന്നെ സെറ്റ് ബാക്സ് ആയിട്ടുണ്ടാവും, പിന്നെ പല നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ആരെങ്കിലും ലവ്ഡ് വൺസ് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുടുംബത്തിലോ അതോ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലോ ആരെങ്കിലും. ഓക്കെ, അപ്പോൾ ലൈഫ് ഒരുമാതിരി ഒന്നും ഇൻട്രസ്റ്റിംഗ് ആവാത്തത്, ഒന്നിനും ഒരു താല്പര്യമായി ഇല്ലാത്ത പോലെ, എപ്പോഴും അടച്ചു കൂട്ടി ഇരിക്കാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ നോർമലി അങ്ങനത്തെ ആൾക്കാർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ പൊതുവെ നമ്മൾ ലൈഫിൽ സെറ്റ് ബാക്സ് വരുമ്പോൾ, പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നത്, ഇല്ലെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ ആരെങ്കിലും ലവ്ഡ് വൺസ് ലോസ് ആയവർ, ഇങ്ങനെ ഒന്നും കരിയർ ഗ്രോത്ത് ആവാത്തവർ, പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ, പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പ്ലാനിങ്സൊക്കെ സ്റ്റക്കായി നിൽക്കുക, അപ്പോൾ എന്തെങ്കിലും തിരിച്ചടി പോലെ വന്നുകൊണ്ടിരിക്കുക ലൈഫിൽ, അല്ലേ? ഇതൊക്കെ ഒന്ന് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞങ്ങൾ എപ്പോഴും ഏതൊരു അവസ്ഥയിലും ഉള്ളപ്പോഴും ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിട്ട് വെക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഞങ്ങളുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ടാവും പോസിറ്റീവ് എനർജി തരാനും നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനും ന്യൂട്രലായിട്ട് ഉണ്ടാവുന്നവരും ഉണ്ട്. പിന്നെ ചിലവരൊന്നും അത്ര ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നോർമലി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആർക്കും വേണ്ടിയിട്ട് ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതില്ല, ചേഞ്ചസ് വരുത്തേണ്ടതില്ല, ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഞങ്ങളുടെ ജീവിതം ഞങ്ങളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ ഒരു റുട്ടീൻ, ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ശീലങ്ങൾ തുടരുക. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചാലും. ഓക്കെ, പൊതുവെ കുറച്ച് ഒരു 2-3 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച, ഇല്ലെങ്കിൽ ഒരു മാസം സ്ട്രഗിൾ ചെയ്യുമായിരിക്കും ഈ ചില പ്രോബ്ലംസ് വെച്ചിട്ട്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. ഇല്ലെങ്കിൽ മിറർ നോക്കിയിട്ട് പറയുക, യെസ് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നതും, എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നെ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ഞാൻ നഷ്ടപ്പെട്ടത് കോൺഫിഡൻസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും, ഫോർ എക്സാമ്പിൾ എവിടെ ആയാലും, ഓക്കെ, ഫാമിലിയിലായാലും, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലായാലും, വേറെ പൊതുസ്ഥലത്ത് പബ്ലിക് പ്ലേസിലായാലും, വർക്ക് പ്ലേസിലായാലും, ഇങ്ങനെ തരം താഴ്ത്തി മിണ്ടുന്നവർ, ഇല്ലെങ്കിൽ തീരെ നീ ഒന്നിനും പോരാ, ഇങ്ങനെ ഒരു ചില നെഗറ്റീവ് ടോക്സൊക്കെ ഉള്ളവർ, അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷേ നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞതൊക്കെ പറഞ്ഞോട്ടെ, യു ഷുഡ് നോട്ട് റിയാക്ട്. അതാണ്, റിയാക്ഷൻ വരുമ്പോഴാണ് നമ്മളെ ഇനി അഡ്വാൻറ്റേജായിട്ട് എടുക്കുന്നത്. ഓക്കെ, ആൾക്കാർ. അപ്പോൾ അതിന് വഴി ഒരുക്കാതെ ഇരിക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ്. പിന്നെ എന്നിട്ട് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്ത്
നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക ഏതൊരു സിറ്റുവേഷനിനും. പിന്നെ ഇവിടെ ഇനിയൊന്ന് പറയാനായിട്ടുള്ളത്, ഞങ്ങളുടെ ഒന്ന് പേഴ്സണാലിറ്റി, ബിഹേവിയർ, ഹോബീസ്, ഞങ്ങൾ എന്ത് തന്നെ പഠിച്ചാലും അത് എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളണം. ഇതിനൊക്കെ ഞങ്ങൾ തന്നെയാണ് ഫൗണ്ടേഷൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ചുറ്റിലും സറൗണ്ടിങ്സൊക്കെ നോക്കി നമ്മളെ തന്നെ നമ്മൾ സ്ട്രെങ്താക്കി മാറ്റേണ്ടതാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് മൈൻഡ് സെറ്റ് വയ്ക്കുക. എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. ആരെ ആയിക്കോട്ടെ, ജീവിതത്തിൽ ഏതൊരു സാഹചര്യം, മനുഷ്യന്മാരും, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ധൈര്യത്തോടെ നിൽക്കാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഞങ്ങളെ തന്നെ എവിടെയും വിട്ടുകൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ പതുക്കെ നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഞങ്ങൾ ചിന്തിച്ച് അത് ശരിയാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും നേടാം. പക്ഷേ എന്ത് ബേസിക്കായിട്ട് വേണം ലൈഫിലെന്ന് വെച്ചാൽ സ്ട്രോങ് മൈൻഡ് സെറ്റ്, ഡിസിപ്ലിൻ ഉണ്ടാവണം, പിന്നെ ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, പിന്നെ സ്ട്രെസ്സ്, ടെൻഷന്, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും അറിയണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡിപ്രഷനിൽ എൻ്റെ കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലം ഡിപ്രഷനിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതുവരെ വന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മീ എ ലോട്ട്. അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ആയാലും വിട്ടുകൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ഗോൾസ്, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ എവിടെയും പുറത്ത് പറയാണ്ടിരിക്കുക. ഓക്കെ, പുറത്ത് പറയുന്നതിലൂടെ അത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവ് തോട്ട്സ് തരുന്ന ആൾക്കാരെല്ലാം നമ്മളെ ഈസി ആയിട്ട് സിങ്ക് ചെയ്ത് വിടും. ഓക്കെ, അതിന് പോരാടി നിൽക്കുക. അതാരായാലും ഫൈറ്റ് ടുവേർഡ്സ് ദം. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. സുഭദ്രമായിട്ട്, സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടാവുക. അതിലുള്ളിൽ മറ്റൊരാൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നോർമലി ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സെറ്റ് ബാക്ക്സ് എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ഇതിന് ഡിസിപ്ലിൻ, ഏതിലൊക്കെയാണ് ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത്? ഞങ്ങളുടെ ഒരു റുട്ടീനിൽ. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പിന്നെ കാര്യങ്ങൾ ഡെയിലി സറൗണ്ടിങ്സിൽ എന്താണ് നടക്കേണ്ടത്, സൊസൈറ്റിയുടെ അവയർനെസ് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താവും എന്ന് വെച്ചാൽ ഞങ്ങൾ ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പും ആൾക്കാർ തന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒറ്റ ഒരാൾ നിന്നിട്ടും നമുക്ക് ഫൈറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഗോള് അഡ്മയർ, നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു എന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബി വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ്, ലവ് യുവർ സെൽഫ്. പിന്നെ സെൽഫ് കെയർ, സെൽഫ് ലവ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ സെറ്റ് ബാക്ക്സ് എന്ന് വരുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കണം. പിന്നെ അത് തുടക്കത്തിൽ കുറച്ചൊക്കെ ഡ്രോബാക്ക് ആയിട്ടുള്ള പോലെ തോന്നും നമുക്ക്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് യു ക്യാൻ ഓവർകം ഇറ്റ്. നിന്നെക്കൊണ്ട് എല്ലാമേ സാധിക്കും എന്നുള്ള ഒരു ചിന്തയിലൂടെ എല്ലാം പ്രോബ്ലംസും, ലൈഫിൽ വരുന്ന ഡേ ടു ഡേ പ്രോബ്ലംസും
സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ സെറ്റ് ബാക്ക് എന്ന് അത് തുടക്കത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഗ്രോത്തും ശ്രദ്ധിക്കുക. ഒരിടത്ത് സ്റ്റാഗ്നൻ്റായി നിൽക്കാൻ വിടരുത്. അതും എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ഒരു നദി പോലെ ഒഴുകാൻ വിടണം. പിന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തിനോട് എല്ലാം വിട്ടുകൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ബേർഡൻ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥനയിലൂടെ ജസ്റ്റ് കണ്ണടച്ച് വേണമെങ്കിൽ മെഡിറ്റേഷനിലൂടെ എല്ലാം സറണ്ടർ ചെയ്യേണ്ടതാണ്. ഓക്കെ, സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്താവുമെന്ന് വെച്ചാൽ അത് ഒരു ഡിവൈൻ പവർ പോലെ അത് നമുക്ക് മെല്ലെ മെല്ലെ റിസൾട്ടായിട്ട് ഞങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ട ഹാർഡ് വർക്ക്, ആ ഗ്രോത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളെ തന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സെറ്റ് ബാക്ക്സ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊക്കെ നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുന്നുള്ള ഒരു ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ എങ്ങനത്തെ ഒരു അവസ്ഥയിലും നമുക്ക് കടന്നു വരാൻ ഈസി ആകും. ഓക്കെ, അപ്പം ചില ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇൻ കേസ് അതൊക്കെ മെല്ലെ മെല്ലെ മാറ്റി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എപ്പോഴും ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നിന് ടൈം കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പ്രേഷ്യസ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ല ഓരോ മിനിറ്റും പോസിറ്റീവായിട്ട് ചിന്തിച്ചോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ഇനി മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട്, പക്ഷേ പറ്റാറില്ല അല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ഇടവേളയൊക്കെ കിട്ടുന്ന ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ടൈം കണ്ടെത്തിയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ കെയർ ആവാം, സ്കിൻ കെയർ ആവാം, ഫാഷൻ ടിപ്സ് ആവാം, ഏതായാലും നിങ്ങൾക്ക് കമൻറ്റ്സിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഇനി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മടിയും കാണിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.